നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. AICC ആസ്ഥാനത്ത് വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചു. BJP വഴിയെ കോൺഗ്രസും. സന്ദർശകർക്ക് കാഴ്ച വിരുന്ന്. തിരുവനന്തപുരം മൃഗശാലയിൽ ഇനി സീബ്രകളും. മതേതര പാരമ്പര്യത്തെ കോൺഗ്രസ് ചവറ്റുകുട്ടയിലെറിഞ്ഞു. വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചത് കടുത്ത വഞ്ചന. പിണറായി ചെന്നൈ നഗരത്തിലെ വീട് CPM-ന് നൽകി അഭിഭാഷക ദമ്പതികൾ. കൃഷി മുതൽ AI വരെ 7 മേഖലകളുടെ വികസനത്തിന് സപ്തധാരയുമായി നരേന്ദ്രമോദി. ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാം. സർക്കാർ വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുക ക്യാമ്പയിന് തുടക്കമിട്ട് CJP. വിശദമായ വാർത്തകളിലേക്ക് പോകാം. AICC ആസ്ഥാനത്ത് വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചു. BJP വഴിയെ കോൺഗ്രസും. വന്ദേ മാതരം ആലപനത്തിൽ BJPക്ക് വിധേയപ്പെട്ട് കോൺഗ്രസും. BJP നയിക്കുന്ന വഴിയെ തന്നെയാണ് കോൺഗ്രസും പോകുന്നതെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് AICC ആസ്ഥാനത്ത് വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ച സംഭവം. രാജ്യത്ത് വന്ദേ മാതര വിവാദം കത്തി നിൽക്കുന്നതിനിടെയാണ് ഗാനം മുഴുവനായി പാടിയിരിക്കുന്നത്. വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്നുള്ള ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകിയതും RSSൻ്റെ അജണ്ട ശിരസാവഹിച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറെടുത്തതും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. സംഭവത്തിൽ അന്ന് എതിർപ്പറിയിച്ച കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ ഗാനം മുഴുവനായും പാടിയിരിക്കുന്നത്. കേരളത്തിൽ വന്ദേ മാതരം ആലപിച്ചതുമില്ല. വന്ദേ മാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതടക്കമുള്ള ബില്ലുകൾ പാർലമെൻറ്റിൽ കേന്ദ്രം അവതരിപ്പിച്ചപ്പോൾ എതിർപ്പറിയിച്ച കോൺഗ്രസിൻ്റെ ദേശീയ ആസ്ഥാനത്ത് തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചിരിക്കുകയാണ്. AICC തന്നെ ഏർപ്പാടാക്കിയ ഗായക സംഘമാണ് വന്ദേ മാതരം മുഴുവനായി പാടിയത്. 2 ഖണ്ഡങ്ങൾ മാത്രമാണ് സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാ വർഷവും AICC ആസ്ഥാനത്ത് പാടാറുള്ളത്. എന്നാൽ ഇത്തവണ 2 ഖണ്ഡങ്ങൾ കഴിഞ്ഞിട്ടും നിർത്താത്ത സാഹചര്യമാണ് ഉണ്ടായത്. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും തെലുങ്കാനയിലും കർണാടകയിലും വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു. കർണാടകയിൽ DK ശിവകുമാറിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലും വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചിരുന്നു. വന്ദേ മാതരം ആലപനത്തിലൂടെ BJP കോൺഗ്രസ് ഡീൽ ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രത്യേകിച്ച് 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാന പ്രകാരമാണ് വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 ഖണ്ഡങ്ങൾ മാത്രം ഔദ്യോഗിക ദേശീയ സമ്മേളനങ്ങളിൽ ആലപിക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തിൻ്റെ മതേതര സ്വഭാവവും വിവിധ സമൂഹങ്ങളുടെ പ്രാതിനിധ്യവും മുൻനിർത്തി ഈ തീരുമാനം കൈക്കൊണ്ടത്. തുടർന്നുള്ള ഭാഗങ്ങളുടെ സവിശേഷ പരാമർശങ്ങൾ ഒഴിവാക്കി മാതൃരാജ്യത്തിൻ്റെ ഭംഗിയെ മാത്രം പ്രകീർത്തിക്കുന്ന ആദ്യ 2 ഖണ്ഡങ്ങൾ മാത്രം ആലപിക്കാനായിരുന്നു തീരുമാനം. प्राणा शरीरे बहुते तुमि मा शक्ति हृदये तुमि मा भक्ति तुम्हारे प्रतिमा गढ़ी मंदिरे मंदिरे वंदे मातरम तुम ही दुर्गा दश प्रहरण धारिणी മതേതര പാരമ്പര്യത്തെ കോൺഗ്രസ് ചവറ്റുകുട്ടയിലെറിഞ്ഞു. വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചത് കടുത്ത വഞ്ചന. പിണറായി AICC ആസ്ഥാനത്തും കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിന ചടങ്ങുകളിലും വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിച്ച നടപടി കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനത്തെയാണ് വീണ്ടും തുറന്നു കാട്ടിയതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിൽ വനം വകുപ്പ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലും സമാനമായ സംഭവം ഉണ്ടായത് അതീവ ഗൗരവതരമാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷ ദേശീയോടല്ല മറിച്ച് RSSന്റെ ഹിന്ദുത്വ അജണ്ടകളാണ് തങ്ങളുടെ പ്രതിബദ്ധതയെന്ന് കോൺഗ്രസ് അർത്ഥശങ്കയില്ലാതെ തെളിയിച്ചിരിക്കുകയാണെന്നും പിണറായി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. നേരത്തെ UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചിരുന്നു. ഗാനത്തിലെ മതപരമായ ബിംബങ്ങൾ ബഹുസ്വര സമൂഹത്തിന് യോജിക്കാത്തതിനാൽ വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 പ്രചരണങ്ങൾ മാത്രമേ ദേശീയ പ്രസ്ഥാനത്തിന്റെ വേദികളിൽ പാടാവൂ എന്ന് 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തന്നെ തീരുമാനിച്ചതാണ്. 1950 ഭരണഘടനാ അസംബ്ലി വന്ദേ മാതരത്തിന് ദേശീയ ഗീതം എന്ന പദവി നൽകിയപ്പോഴും ആദ്യ 2 ചരണങ്ങളെയാണ് ഉദ്ദേശിച്ചത്.
തങ്ങളുടെ തന്നെ ആ മതേതര പാരമ്പര്യത്തെയാണ് ഗാനം പൂർണ്ണമായി ആലപിക്കുക വഴി കോൺഗ്രസ് ഇന്ന് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. കൃഷി മുതൽ AI വരെ 7 മേഖലകളുടെ വികസനത്തിന് സപ്തധാരയുമായി നരേന്ദ്രമോദി. 2047 വികസിത് ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി സപ്തധാര പ്രതിജ്ഞയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. ഉൽപ്പാദനം, കൃഷി, സാങ്കേതികവിദ്യ, കണക്ടിവിറ്റി, പ്രതിരോധം, ഹരിത സമ്പദ് വ്യവസ്ഥ, ബ്ലൂ എക്കോണമി, സോഫ്റ്റ് പവർ എന്നീ 7 മേഖലകളുടെ വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നതാണ് സപ്തധാരയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് മോദി പറഞ്ഞു. ലോകത്തിലെ മികച്ച കലാകാരന്മാർ ഇന്ത്യയിൽ കലാപരിപാടി നടത്താൻ ആഗ്രഹിക്കുന്നു. അത് ഉൾക്കൊണ്ട് കൺസേർട്ട് എക്കണോമിക് ഊന്നൽ നൽകണം. യോഗ, ആയുർവേദ, സിനിമകൾ, ഗെയിമിംഗ് ഇതിലെ ഇന്ത്യയുടെ മികവ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ്. ബ്ലൂ ഇക്കോണമി വലിയ സാധ്യതയാണ്. ഫിഷറീസ്, തീരദേശ ടൂറിസം, ഓഷ്യൻ ടെക്നോളജി എന്നിവ വലിയ സാധ്യതയാണ് മോദി പറഞ്ഞു. ഇന്നൊവേഷൻ ഹബ്ബായി ഇന്ത്യ മാറണം. AI, റോബോട്ടിക്സ്, ബഹിരാകാശ, ക്വാണ്ടം, ഡാറ്റാ സെൻറ്ററുകൾ എന്നിവയ്ക്ക് കൂടുതൽ മുൻഗണന നൽകണം. പുതിയ സാങ്കേതിക വിദ്യകൾ ഓരോ നിമിഷവും വെല്ലുവിളികൾ നൽകുന്നു. വനിതാ സംവരണം നടപ്പാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളുവെന്നും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞു. തൻ്റെ അമ്മ പെങ്ങന്മാർക്ക് അവസരം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കാരങ്ങളുടെ എക്സ്പ്രസ്സിലാണ് ഇന്ത്യ. വരും ദിവസങ്ങളിൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങും. ഫോർച്യൂൺ 500 പട്ടികയിൽ 50 ഇന്ത്യൻ കമ്പനികളെ ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണം, പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശകർക്ക് കാഴ്ച വിരുന്ന തിരുവനന്തപുരം മൃഗശാലയിൽ ഇനി സീബ്രകളും. തിരുവനന്തപുരം മൃഗശാലയിലെത്തുന്ന സന്ദർശകർക്ക് കാഴ്ച വിരുന്നൊരുക്കാൻ ഇനി സീബ്രകളും. ഗുജറാത്തിലെ ഗ്രീൻസ് വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നും 1 ജോഡി സീബ്രകളെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. 9 വർഷത്തിനു ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് സീബ്ര എത്തുന്നത്. 2002 ഏപ്രിലിൽ ചെന്നൈ വണ്ടലൂർ മൃഗശാലയിൽ നിന്നും എത്തിച്ച സീത എന്ന സീബ്ര 2017 പ്രായധിക്യം മൂലം ചത്തതോടെയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ സീബ്രകളുടെ സാന്നിധ്യം ഇല്ലാതായത്. ഗുജറാത്തിലെ വൻതാരയിൽ നിന്നുമുള്ള 3-5 വയസ്സുള്ള സീബ്രകളെയാണ് എത്തിക്കുന്നത്. മൃഗശാല വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരൺ ഇവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ ആനിമൽ ആംബുലൻസിൽ റോഡ് മാർഗമാണ് സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ഏകദേശം 3 ദിവസം നീളുന്ന യാത്രയിൽ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവയെ അനുഗമിക്കും. സീബ്രകളെ കൊണ്ടുവരുന്നതിന് പകരമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും ഒരു ആൺ സിംഹവാലൻ കുരങ്ങിനെയും ഒരു രാജവെമ്പാലയും വൻതാരയിലേക്ക് നൽകും. ഓണത്തോടനുബന്ധിച്ച് സീബ്രകളെ എത്തിക്കുന്നത് സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മൃഗശാല ഡയറക്ടർ മഞ്ജുൾ ദേവി പറഞ്ഞു. മൃഗശാല സൂപ്രണ്ട് TV അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത്. ഓണാവധിക്ക് എത്തുന്ന സന്ദർശകർക്ക് സീബ്രകളെ കാണാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രൗഢമായി ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷം. പോരാട്ടങ്ങളിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനും അവ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവാനും സ്വാതന്ത്ര്യദിന ചിന്തകൾ നമുക്ക് ശക്തി പകരുമെന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കളക്ടറേറ്റ് മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാവിലെ 9 മണിയോടെ ദേശീയ പതാക ഉയർത്തിയ മന്ത്രി പരേഡ് പരിശോധിച്ച് തുടർന്ന് നടന്ന വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിൽ വിവിധ പോലീസ് സേനാ വിഭാഗങ്ങൾ, എക്സൈസ്, അഗ്നിരക്ഷാ സേന, ഫോറസ്റ്റ് വകുപ്പുകൾ, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ജൂനിയർ റെഡ് ക്രോസ് ഉൾപ്പെടെ 24 പ്ലാറ്റൂണുകൾ അണിനിരന്നു. തുടർന്ന് റിവ്യൂ ഓർഡർ മാർച്ച് വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു. പരേഡിൽ മികച്ച പ്രകടനം നടത്തിയ വിവിധ വിഭാഗങ്ങളിലെ ജേതാക്കൾക്ക് മന്ത്രി സമ്മാനദാനവും നിർവഹിച്ചു. ജില്ലാ കളക്ടറേറ്റ് P. വിഷ്ണുരാജ്, സിറ്റി പോലീസ് കമ്മീഷണർ BB വിജയ് ഭാരത് റെഡ്ഡി, റൂറൽ പോലീസ് മേധാവി ഉമേഷ് ഗോയൽ എന്നിവരും പരേഡിന് അഭിവാദ്യം അർപ്പിച്ചു. മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, MLA-മാരായ TO മോഹനൻ, KV സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, അസിസ്റ്റന്റ് കളക്ടർ S. സ്വാതി, മുൻ മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി, കോർപ്പറേഷൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദീപക്, ADM PN പുരുഷോത്തമൻ, HS രാജേഷ് ഖന്ന, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ,
പൊതുജനങ്ങൾ തുടങ്ങിയവർ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കാളികളായി. മട്ടന്നൂർ എയർപോർട്ട് പോലീസ് ഇൻസ്പെക്ടർ KR ബിജുവായിരുന്നു പരേഡ് കമാൻഡർ. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് റിസർവ് സബ് ഇൻസ്പെക്ടർ K സുജിത് കുമാർ ലഖൻ ഇൻ കമാൻഡായി. പരേഡിന് ശേഷം ദേശഭക്തി ഗാനാലാപനവും നടന്നു. ഓണമെത്തി, നാളെ അത്തം. സ്മൃതിയുടെ പൂവിളയുമായി മലയാളികൾ ഞായറാഴ്ച അത്തം ആഘോഷിക്കും. 10ാം നാൾ തിരുവോണവും. ഇനിയുള്ള 10 ദിവസം വീടുകളിൽ പൂക്കളങ്ങൾ വിരിയും. സംസ്ഥാനത്ത് വസ്ത്ര പൂവിപണി ഇതിനകം തന്നെ സജീവമാണ്. ചന്തകളിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെ പൂക്കൾ എത്തി തുടങ്ങി. മുൻ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട കച്ചവടം ഇത്തവണയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലില്ലാത്തതിനാൽ വില കുതിച്ചുയരുന്നതാണ് ജനങ്ങളുടെ ആശങ്ക. അരിയുടെയും പച്ചക്കറികളുടെയും വില വർദ്ധിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുകയാണ്. UDF സർക്കാർ കാര്യക്ഷമമായ വിപണി ഇടപെടൽ നടത്താതും ഹോർട്ടികോപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതുമാണ് വിലക്കയറ്റത്തിന്റെ കാഠിന്യം കൂട്ടിയതെന്ന് വ്യാപാരികളും പൊതുജനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. റേഷൻ കടകളിൽ കൃത്യസമയത്ത് സ്റ്റോക്ക് എത്തിക്കാത്തതിനാൽ സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണവും പാളി. മഞ്ഞക്കാർഡുകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും വിതരണം ചെയ്യേണ്ട കിറ്റുകളാണ് സർക്കാർ അനാസ്ഥയിൽ മുടങ്ങിയത്. 10 മുതൽ വിതരണം ചെയ്യുമെന്ന സർക്കാർ പ്രഖ്യാപനം വിശ്വസിച്ച് കടകളിലെത്തിയവർ വെറും കൈയോടെ മടങ്ങി. സംസ്ഥാനത്ത് വിതരണത്തിന് ആകെ 6,09,305 ഓണക്കിറ്റുകൾ വേണ്ടി എടുത്ത് വെള്ളിയാഴ്ച വരെ റേഷൻ കടകളിലെത്തിയത് കേവലം 7,000-ഓളം കിറ്റുകൾ. കിറ്റ് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിക്കുന്നതിലുണ്ടായ വീഴ്ചയാണ് കാരണം. ഓണക്കിറ്റ് വിതരണത്തിന് 53 കോടി രൂപയാണ് അനുവദിച്ചത്. വിലക്കയറ്റത്തിന് തടയിടുമെന്ന് കൊട്ടിഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച സ്പെഷ്യൽ അരിയും പലയിടത്തും വിതരണം തുടങ്ങിയിട്ടില്ല. പിങ്ക് കാർഡിനും 3 കിലോ അരിയും വെള്ള കാർഡുകൾക്ക് 10 കിലോ സ്പെഷ്യൽ അരിയും കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ വിതരണം ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ മഴക്കെടുതി രൂക്ഷമായിരുന്ന വടക്കൻ ജില്ലകളിൽ പോലും കൃത്യമായ കിറ്റ് വിതരണം നടത്തിയിട്ടില്ല. ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാം. സർക്കാർ വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുക ക്യാമ്പയിന് തുടക്കമിട്ട് CJP. ജന്തർ മന്തർ പ്രക്ഷോഭത്തിന് തുടർച്ചയായി CJP നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭകർ ഏറ്റെടുത്ത സ്കൂൾ ടീക് കരോ ക്യാമ്പയിന് തുടക്കമായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മഹാരാഷ്ട്രയിലെ ഹിങ്കോളിയിലാണ് തുടക്കം. CJP കൺവീനർ അഭിജിത് ദീപ് K സന്ദുക് പിപ്രിയിലെ സ്വന്തം വിദ്യാലയത്തിൽ നിന്നാണ് പ്രചരണത്തിന് തുടക്കമിട്ടത്. ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കലാണ്. സർക്കാർ വിദ്യാലയങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു ചെയ്തിട്ടില്ല. ഇനി ഇതിൽ മാറ്റം ആവശ്യമാണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഭരണാധികാരികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ജനങ്ങൾക്ക് കഴിയണം എന്ന് അഭിജിത്ത് പറഞ്ഞു. ഛത്രപതി സംഭാജി നഗറിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ നടന്ന തിരംഗ റാലിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ കൂറ്റൻ ഫ്ലെക്സുകൾക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി. ബാനറുകളുടെ സ്രോതസ് എന്താണെന്ന് ചോദിച്ചു. 50 അടി ഉയരമുള്ള ഇടിവെട്ട് ബോർഡുകളാണ് ഇവയ്ക്ക് ചെലവഴിച്ച പണം. വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുന്നതായി സമാഹരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദ്യമുയർത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ പിന്നോക്കാവസ്ഥയിലുള്ള സർക്കാർ വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്താൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രചരണം. ഇതിനായി രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഓഡിറ്റ് നടത്തണമെന്നാവശ്യപ്പെട്ട് സ്കൂളുകളുടെ നിലവാരമുയർത്താനുള്ള ഉത്തരവാദിത്തം സ്പർശുമാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. വോട്ട് വേണമെങ്കിൽ വിദ്യാലയങ്ങൾ നന്നാക്കണം. മതം വെച്ചല്ല, വിദ്യാഭ്യാസം അടിസ്ഥാനമാക്കിയാണ് ഭരണത്തെ വിലയിരുത്തേണ്ടത്. രാജ്യത്ത് ഏകദേശം 94,000 സ്കൂളുകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഇതിനെതിരെയാണ് ജനവികാരം ഉയരേണ്ടത്. ഗ്രാമീണ മേഖലയിലെ കുട്ടികൾ ഇപ്പോഴും കിലോമീറ്ററുകൾ നടന്നു വേണം സ്കൂളിലെത്താൻ. കുടിവെള്ളവും ശൗചാലയവും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പലയിടത്തും ലഭ്യമല്ല. ഇതിനെല്ലാം ഉത്തരം നൽകാൻ അതത് പ്രദേശത്തെ ഭരണാധികാരികൾ തയ്യാറാവണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യദിനാഘോഷം. കൂടാളി പൊതുജന വായനശാല ഗ്രന്ഥാലയം, വയോജനവേദി, KSSPU കൂടാളി യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രാവിലെ പതാക ഉയർത്തിയതിനു ശേഷം വായനശാല സെക്രട്ടറി P കരുണാകരൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും മറ്റുള്ളവർ അത് ഏറ്റുപറയുകയും ചെയ്തു. തുടർന്ന് നടന്ന പരിപാടിയിൽ KSSPU യൂണിറ്റ് പ്രസിഡന്റ് KM വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വായനശാല പ്രസിഡന്റ് PK വേണുഗോപാലൻ, KSSPU ഇരിട്ടി ബ്ലോക്ക് സെക്രട്ടറി RV ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. KR തെരൂർ മാലതി, CK ഗീത P എന്നിവർ ദേശഭക്തി ഗാനങ്ങൾ ചൊല്ലി. P കരുണാകരൻ സ്വാഗതവും P ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു.
കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾക്ക് തുടക്കം. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് നടത്തുന്ന ജില്ലാതല ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ചൊവ്വ റൂറൽ സഹകരണ ബാങ്കിൽ നടന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ MLA അധ്യക്ഷനായി. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ KP പ്രമോദൻ, വാർഡ് കൗൺസിലർ MP അനിൽകുമാർ, കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്ലാനിംഗ് V ജയേഷ്, ചൊവ്വ റൂറൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് NT സുധീന്ദ്രൻ, കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ VK രാജേഷ്, അസിസ്റ്റന്റ് രജിസ്ട്രാർ PV ഗണേഷ് കുമാർ, ചൊവ്വ റൂറൽ സഹകരണ ബാങ്ക് സെക്രട്ടറി M സുമേഷ് എന്നിവർ സംസാരിച്ചു. സർക്കാർ വിപണി ഇടപെടലിന്റെ ഭാഗമായി ആരംഭിക്കുന്ന കൺസ്യൂമർ ഫെഡ് ഓണവിപണികൾ ഓഗസ്റ്റ് 25 വരെ നീണ്ടു നിൽക്കും. കൺസ്യൂമർ ഫെഡ് കണ്ണൂർ ജില്ലയിൽ 181 കേന്ദ്രങ്ങളിൽ വിപണി നടക്കുന്നത്. ജയ അരി, കുറുവ അരി, മട്ട അരി, പച്ചരി, പഞ്ചസാര, ഉഴുന്ന്, ചെറുപയർ, കടല, തുവരപ്പരിപ്പ്, വൻപയർ, മുളക്, മല്ലി, വെളിച്ചെണ്ണ എന്നിങ്ങനെ 13 ഇനം നിത്യോപകരണ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ നൽകും. പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവുണ്ട്. ദിനേശ്, റൈറ്റ്കോ, മിൽമ തുടങ്ങിയ വിവിധ സഹകരണ സ്ഥാപനങ്ങളും ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ഓണച്ചന്തകളിൽ ലഭിക്കും. ഇവയ്ക്കു പുറമെ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളും 10 മുതൽ 40% വരെ വിലക്കുറവിൽ ഓണച്ചന്തകളിൽ ലഭിക്കും. പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ FMCG ഉൽപ്പന്നങ്ങൾ ഓഫർ വിലകളിൽ ലഭിക്കും. ത്രിവേണി ബ്രാൻഡിൽ കൺസ്യൂമർ ഫെഡ് നേരിട്ട് വിപണിയിൽ ഇറക്കുന്ന തേയില, ആട്ട, റവ, മൈദ, അരിപ്പൊടികൾ, അരി, വെല്ലം, സേമിയ, പാലട, അരിയട എന്നിവയും പ്രത്യേകം വിലക്കുറവിൽ ലഭ്യമാകും. കൂടാതെ ത്രിവേണി ഉൽപ്പന്നങ്ങൾ വഴി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഓരോ ഉപഭോക്താവിനും പ്രത്യേക ഓഫറുകൾ, സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന സാധനങ്ങളും വിലയും: ജയ അരി 33 രൂപ, കുറുവ അരി 33 രൂപ, മട്ട അരി 33, പച്ചരി 29, പഞ്ചസാര 34 രൂപ 65 പൈസ, ഉഴുന്ന് 87 രൂപ, ചെറുപയർ 85, കടല 63, തുവരപ്പരിപ്പ് 83, വൻപയർ 68, മുളക് 136 രൂപ 50 പൈസ, മല്ലി 500 ഗ്രാമിന് 47 രൂപ 25 പൈസ, വെളിച്ചെണ്ണ 500 മില്ലി 116 രൂപ. യുവതയുടെ സമരാഹ്വാനം, നീതിയുടെ ശബ്ദമായി യങ് ഇന്ത്യ. വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐ യങ് ഇന്ത്യ യുവജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 251 കേന്ദ്രങ്ങളിലായിരുന്നു പരിപാടി. രാഷ്ട്രീയ, സാമൂഹ്യ, കലാ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ യങ് ഇന്ത്യയിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ കാനങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി ചാമുണ്ടിക്കുന്നിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യ യുവജന റാലിയിൽ നിന്നും ഷർക് കൽപാത്തി, ഡിവൈഎഫ്ഐ ജനറൽ സെക്രട്ടറി ഹിമാക് ഭട്ടാചാര്യ കണ്ണൂർ പാപ്പിനിശ്ശേരിയിലും, പ്രസിഡന്റ് AA റഹീം MP കോട്ടയം ചങ്ങനാശ്ശേരിയിലും, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം JC തോമസ് പാലക്കാട് കൊല്ലംകോടും, സംസ്ഥാന സെക്രട്ടറി VK സനോജ് തൃശൂരിലും, സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പാലക്കാട് വടക്കാഞ്ചേരിയിലും, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലും, ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ് തിരുവനന്തപുരം വീനത്തും പങ്കെടുത്തു. കണ്ണൂരിൽ VPP മുസ്തഫയും, തോട്ടടയിൽ KK ശൈലജയും, മട്ടന്നൂരിൽ KS അരുൺകുമാറും ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷനിലെ നഗര സൗന്ദര്യവൽക്കരണം തദ്ദേശ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര അധ്യക്ഷയായി. K സുധാകരൻ MP, TO മോഹനൻ എന്നിവർ മുഖ്യ അതിഥികളായി. ഡെപ്യൂട്ടി മേയർ KP താഹിർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് നിഷ ദീപക്, ശ്രീചാമളത്തിൽ സോന ജയറാം, ഉജ്ജുൽ മാക്കറ്റി, ഷമീമ ടീച്ചർ, K മുഹമ്മദ് അലി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. APJ ലൈബ്രറിയിൽ സ്വാതന്ത്ര്യ ദിന ആഘോഷം. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ആശാരദ കുട്ടിക്ഷൻ പതാക ഉയർത്തി. PK ബോയിച്ചു, E രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ശിങ്കാരിമേളം, തിരുവാതിരക്കളി മത്സരം. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ ആഗസ്റ്റ് 22 മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി വനിതാ ശിങ്കാരിമേള മത്സരം, തിരുവാതിരക്കളി മത്സരം എന്നിവ നടക്കും. ഓഗസ്റ്റ് 22-നാണ് വനിതാ ശിങ്കാരിമേള മത്സരം. തിരുവാതിരക്കളി മത്സരം ഓഗസ്റ്റ് 24 നടക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസ്, മെഡൽ, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് രജിസ്ട്രേഷനുമായി DTPC ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 83 30 85 86 04. കുട്ടിയെ കണ്ടെത്താനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം ബാലാവകാശ കമ്മീഷൻ. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ കാണാതായ +2 വിദ്യാർത്ഥിനി ശിവസൂര്യയെ കണ്ടെത്താനുള്ള അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാന
ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. തൊക്കുളി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച അദ്ദേഹം തൊക്കുളി SHOയുമായോ തലശ്ശേരി MSPയുമായും സംസാരിച്ചു. കുട്ടിയുടെ വീടും ചെയർപേഴ്സൺ സന്ദർശിച്ചു. ഒരാഴ്ച മുമ്പാണ് ശിവസൂര്യയെ കാണാതായത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.